വിശ്വാസികൾക്കൊപ്പം എന്ന പ്രഖ്യാപനവുമായി പിണറായി സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരം പറയാതിരിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ LDF നടത്തുന്ന രാഷ്ട്രീയ കാപട്യമാണ് അയ്യപ്പ സംഗമം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സംഗമത്തിൽ സഹകരിക്കില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. NSSഉം SNDPയും സംഗമത്തെ അനുകൂലിക്കുന്നതായാണ് UDFനെ കുഴയ്ക്കുന്ന കാര്യവും. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ സംഗമം ബഹിഷ്കരിക്കുമോ എന്നുള്ള വ്യക്തമായ ഉത്തരം നൽകാമെന്നുള്ള തന്ത്രപരമായ നിലപാടാണ് UDFന്റേത്. എന്നാൽ LDFന്റെ രാഷ്ട്രീയ കരുനീക്കമാണ് ഇതിനു പിന്നിലുള്ളത് എന്നുള്ള അഭിപ്രായവുമായി ശക്തമായി എതിർക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിനിടെ പന്തളം കൊട്ടാരവുമായി സഹകരിച്ച് ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മ സമിതിയും അയ്യപ്പ വിശ്വാസ സംഗമം നടത്താനും പദ്ധതിയുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൊണ്ടുവന്നേക്കാം. UDF കൺവീനർ അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുമിച്ചുള്ള പത്രസമ്മേളനത്തിലാണ് അയ്യപ്പ സംഗമം LDFന്റെ രാഷ്ട്രീയ കാപട്യമാണ് എന്ന് ഇരു നേതാക്കളും പ്രഖ്യാപിച്ചത്. LDF മുൻപ് സ്വീകരിച്ചിരുന്ന യുവതീ പ്രവേശന അനുകൂല നിലപാട് സുപ്രീം കോടതിയിൽ നിന്നും പിൻവലിക്കണം. നിരവധി പേർക്കെതിരെ പോലീസ് നാമജപ ഘോഷയാത്ര സംബന്ധിച്ച് എടുത്ത കേസുകൾ പിൻവലിക്കണം. ശബരിമല വികസനത്തിന് ഇതുവരെ LDF സർക്കാർ യാതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്നും VD സതീശൻ പറയുകയായിരുന്നു. ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയാൽ സംഗമം ബഹിഷ്കരിക്കാമോ പങ്കെടുക്കാമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആദ്യം നൽകട്ടെ എന്നാണ് സതീശൻ പറയുന്നത്. അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാൻ NSS പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരിപാടിയിലേക്ക് പ്രതിനിധിയെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കരുത് എന്ന തങ്ങളുടെ നിലപാട് സർക്കാർ അംഗീകരിച്ചതിനെ NSS സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ SNDPയും സംഗമത്തിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അയ്യപ്പ സംഗമം ശബരിമലയുടെയും മറ്റ് ക്ഷേത്രങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായകമാകുമെന്നും സംഗമത്തിന് പിന്തുണ നൽകുമെന്നും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗോളതലത്തിൽ ശബരിമലയുടെ പ്രസക്തി പ്രചരിപ്പിക്കാനും ഭക്തരെ ആകർഷിക്കാനും സാധിച്ചാൽ നല്ലതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു.